ഓക്കെ റെഡി അല്ലേ? ആ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, നല്ലൊരു ചിരിച്ച് ഹാ 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 എന്ന് തിരിച്ചു. ഓക്കെ, അവിടെ നിന്നോണ്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, മുടിയോ ആ കമ്മലും സാധനങ്ങളൊക്കെ. മുടിയൊക്കെ ഊരിപ്പോരുവാണ്. ഓക്കെ, ക്യാമറ നോക്കി. ആ ഓക്കെ, ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ നടന്നു പോരെ. എന്തോ എടാ നിൽക്ക് 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 ഒന്ന് ബാക്കിലേക്ക് വന്നേ. ആ ഓക്കെ റെഡി അല്ലേ? ഓക്കെ 3 ഇച്ചിരി ബാക്കിലേക്ക് വാ, ഓടിയിട്ട് തിരിഞ്ഞോട്ടോ. ഓക്കെ 3, 2, 1 ഓടിക്കേ. തിരിഞ്ഞ് കുറച്ചുള്ളിലേക്ക് വന്നു കഴിഞ്ഞത്തേനും കിടിലൊരു സൺറൈസ് കിട്ടി. ഓ ഇതേ കോപ്പറയ്ക്കകത്ത് കൊള്ളാലോ, അത് ക്യാമറയ്ക്കകത്ത് എങ്ങനെയാ നോക്കാം. ഓ കൊള്ളാം. അയ്യോ നിൽക്കണം പിടിച്ച് ഞാൻ ബാഗ് ഇങ്ങോട്ട് കയറ്റി വെക്കട്ടെ, എല്ലാം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അറിയില്ല. ഇതാണ് പ്രശ്നം, നമ്മൾ ഷൂട്ടിനിടയ്ക്ക് ബാഗ് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി വെക്കും, പിന്നെ ഈ സാധനം എടുക്കാനായിട്ടൊക്കെ മറന്നു പോകും. ഇപ്പോൾ നമ്മൾ അങ്ങ് അക്കലേ കൊണ്ടുപോയി വെച്ചേ, സാധനം കാറിലേക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് എന്നെ ഈ ഫോണ്, ബാക്കി ലെൻസ്, ഭാഗ്യം സാധനം ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഇതാണിത്, ആൾക്കാർ നടന്നു പോകണ സ്ഥലമാണ്. ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പോയി. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എപ്പോഴും കാണാൻ പാകത്തിന് എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. സൂര്യക്ക് എന്തൊക്കെ വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോട്ട്, പിന്നെ ആ വേര് ടച്ച് ചെയ്യുമ്പോൾ നല്ല സൺകിസ്ഡ് ഫോട്ടോ. ഓ പെർഫെക്റ്റ്. പിന്നെ മുത്തൻ്റെ മുഖം ഇത്രയും വലിഞ്ഞിരിക്കണേ. ഓ സൂപ്പർ വ്യൂ ആയതുകൊണ്ടാ. സൂര്യയുടെ മുഖം സൈഡിലേക്ക് വെച്ച് സൂപ്പർ വ്യൂ മാറ്റണം. ഓക്കെ 3, 2, 1 തിരിഞ്ഞു നോക്കി. ഓക്കെ 3, 2, 1 ക്യാമറ നോക്കി. ഓക്കെ നമുക്ക് വീഡിയോ കോൾ എടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കാൻ വേണ്ടി. ഓക്കെ അയ്യോ സൂപ്പർ. ഇതിന് തലയിൽ തന്നെ ഒരു സാധനം പോലെ. അതെന്റെ മുടി കളർ ചെയ്തതാ. ഓ എനിക്ക് ബാക്കിയുള്ള കളർ ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് എന്റെ മുടിയിൽ കളറും കാണാം. നമുക്കൊന്ന് എഡിറ്റ് ചെയ്യേണ്ട സാധനം. ആ സൈഡിൽ നിൽക്കുന്നതിന് ഭയങ്കരമായിട്ട് പൊള്ളി നിൽക്കുക. അപ്പോൾ നമ്മൾ ഷാഡോ സൈഡാണ് നല്ലത്. ഹാപ്പിയാണോ? ഡബിൾ ഹാപ്പി. ഓക്കെ അങ്ങനെ തന്നെ അത് അല്ല അങ്ങനെയല്ല, ചുമ്മാ വന്നു ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കാല് ക്രോസ് വെച്ച് എന്നിട്ട് അങ്ങോട്ട് ലുക്ക് കൊടുത്തേ. ആ ഓക്കെ അങ്ങോട്ട് ലുക്ക് കൊടുത്തേ. ഓഹോ ഓക്കെ അന്ന് അനങ്ങാൻ നിൽക്കിയത് ഈ ഒരു സാധനമില്ലേ, കാല് ക്രോസ് വെച്ചിട്ട് ലുക്ക് അങ്ങോട്ട് കൊടുത്ത് ആ സാധനം ഒന്നും നിന്ന് കുറച്ചുകൂടെ കഴുത്ത് അങ്ങോട്ട് തിരിച്ചു പിടിച്ച്. ഈയിടെ മോനെ ഇതുവരെ എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇതാട്ടോ. ഓക്കെ ചുമ്മാ അവിടെ നിന്ന് ചിരിച്ചോണ്ടൊക്കെ ഒരു വീഡിയോ കൂടെ എടുക്കട്ടെ. നിക്കട ആ ഇതന്നെ സംഭവം. ഓക്കെ ആ നമുക്കിപ്പോൾ അവിടെ ഒരു സൺലൈറ്റ് കിട്ടി, അടിപൊളിയായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ഷാഡോ സൈഡിൽ നിന്നാണ് എടുത്തത്. നമുക്ക് എപ്പോഴും ഫോട്ടോസ് വീഡിയോസ് എടുക്കുമ്പോഴത്തേനും കുറച്ചുകൂടി സിനിമാറ്റിക് ലുക്കും കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മൾ മാക്സിമം ഷാഡോ സൈഡിൽ നിന്ന് എടുക്കുക. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയത്. പിന്നെ ഇപ്പോൾ എന്തായാലും താഴെ ഇറങ്ങിയിട്ട് ബാക്കി എടുക്കാം. ഈ വായി നോക്കീനെയൊക്കെ കൊണ്ടാണല്ലോ ദൈവമേ, അവിടെ ഏതൊരു നല്ല ചെറുക്കനെ കണ്ടുകൊണ്ട് അത് അങ്ങോട്ട് പോകണം. എടാ പിന്നെ പോവാ. കളിയാൻ ഭയങ്കര കൂടി കേട്ടോ. 3, 2, 1 ഓടിപ്പോരെ. നേരെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഓടിക്കോ. ഫ്രണ്ടിലേക്ക് ഓടുന്നൊരു ഷോട്ട് കൂടി എടുക്കാം നമുക്ക്. റെഡിയാണോ? ഓക്കെ 3, 2, 1 ഓടിപ്പോരെ.
ഓക്കെ അത് നല്ലായിരുന്നു കാണിച്ചരാ. പക്ഷെ എൻ്റെ മുടി 2 കൊമ്പ് പോലെ പൂന്തി നിൽക്കണം. ശരിയാ, മുടി ഭയങ്കര അലമ്പ. ഓക്കെ റെഡി അല്ലേ? ഓക്കെ പയ്യെ ഫ്രണ്ടിലേക്ക് കിടന്നേ, സൈഡിലേക്കൊക്കെ നോക്കിക്കേ, മറ്റേ സൈഡിലേക്ക് കൂടെ നോക്കിയോ. സാധനമൊക്കെ എങ്ങനെയുണ്ട്? ചിലത് കുറവിട്ടുണ്ട്, നോക്കിക്കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും കൊള്ളാം. വെള്ളം ചെളി വെള്ളം. ചാർജ് ഇപ്പം തീരുമോ? ചാർജ് എങ്ങനെ തീർന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ ഷൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ എടുത്ത് പോകണം, വണ്ടി എടുക്കണം, വീട്ടിൽ പോകണം. സൂര്യനെ എങ്ങോട്ടാ? സൂര്യനെ എങ്ങോട്ടാ? വീട്ടിലേക്ക്. അതെ. അപ്പം ഇന്നത്തെ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു അൺഎക്സ്പെക്റ്റഡ് വണ്ണായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിരുന്നെങ്കിലോ? അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആകുമ്പോൾ നമുക്ക് അതേ ഷോർട്സും വീഡിയോസും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ഇത് പക്ഷേ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഇല്ല, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാം കുറേ അധികം ഷോർട്സ് നല്ലത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി കഴിവുപോലിരിക്കും, എഡിറ്ററുടെ കഴിവ് പോലെ. സോറി. പിന്നെ എല്ലാ മോഡലിൻ്റെ ആണല്ലേ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞേ? എല്ലാം മോഡൽ ഇത്രയും ചെയ്തെന്നില്ല, ഞാൻ ബാക്കി എഡിറ്റർ ചേട്ടാ. അത് ശരിയാണല്ലോ, ഞാനും എഡിറ്റ് ചെയ്തു. നീ പറ്റും, നീ എഡിറ്റ് പറ, എനിക്ക് പണിയെടുക്കണ്ടല്ലോ, എന്നിട്ട് എനിക്ക് കൊള്ളാൻ വിട്ടാൽ മതി. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം തീർത്തു. നമ്മൾ എത്ര മണിക്കാണ് വന്നേ? 5 മണിക്ക് വന്നു. 6 മണിയാകുമ്പോഴത്തേന് 5:30 തുടങ്ങി. കാരണം നമ്മൾ ആദ്യം വന്നല്ലോ. ഇല്ലില്ല, റെക്കോർഡിങ്. ആദ്യം പറഞ്ഞത് എവിടെ വരാനാ? മൂവാറ്റോട് വരാൻ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പണ്ടപ്പള്ളിക്ക് വരാൻ. ഞാൻ അങ്ങോട്ടേക്ക് കാൽക്കുലേറ്റ് വന്നതിന് നീ പറഞ്ഞു ഇന്ത പൊക്കം പാടാ. അതൊന്നും പറ്റത്തൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ സമയത്തിനൊന്നും ചെന്നിട്ട് വലിയ ശീലമൊന്നുമില്ല. അറിയാൻ പാടില്ല സമയത്തിനൊന്നും ചെല്ലാനായിട്ട്. എന്നാന്നറിയാൻ പാടില്ല. എല്ലാ ഷൂട്ടും ഇങ്ങനെയാണെങ്കിൽ അവസാനം പിന്നെ വർക്കൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ ആരും കാണുന്നുണ്ടാവില്ല. ശരി, എന്നെ കാലിലേക്ക് തല്ലിക്കൊല്ലും. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് മൂവാറ്റുപുഴ ആയിരുന്നു. മൂവാറ്റുപുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയായിട്ടാ ശരിക്കും? ലതാ പാർക്കിൻ്റെ അടുത്ത്. അതന്നെ, ലതാ പാർക്കിൻ്റെ അടുത്തൊരു കിടിലൻ വാക്ക് വേ ആണിത്. ഇപ്പോൾ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പുഴയുണ്ട്, ഇപ്പുറം നോക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യയുണ്ട്, അതിനിപ്പുറം നോക്കിയിട്ടുണ്ടെങ്കിൽ മൂത്താപ്പയുണ്ട്. സോ സൈനിങ് ഔട്ട്. പാറ്റയോ? അതായിരുന്നു എനിക്ക് മെസ്സേജ്. പറ്റ ഇതിന്റെ സംഭവമല്ല. ടാറ്റൊക്കെ ഭയങ്കര പഴയതാ. ജെൻസി കിഡ്സ്. ബൈ സൂര്യ. സൂര്യ സ്ലീവിങ്. ബൈ ഗൈസ്. കാണാട്ടോ.